യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആദ്യമായി തന്നെ കൃപാസന മാതാവിൻ്റെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആദ്യമായി ദൈവത്തിനും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റാണി ലിജോ. തൃശ്ശൂർ പുള്ളെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഈ 7 വർഷത്തിനിടയിൽ എനിക്ക് 3 പ്രാവശ്യം മിസ്കാരേജ് ആയിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് 1.5 മാസമായപ്പോൾ ബ്ലീഡിങ് ആയിട്ട് പോയി. അതുപോലെ രണ്ടാമത്തേത് 2 മാസം കഴിഞ്ഞപ്പോൾ ബ്ലീഡിങ് ആയിട്ട് തന്നെ പോയി. അതുപോലെ 3ാമതും പ്രഗ്നൻ്റ് ആയപ്പോൾ 5 മാസം വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്നും ഇതുപോലെ 5ാം മാസമായപ്പോഴാണ് ചെറുതായിട്ട് സ്പോട്ടിങ് കണ്ടു എനിക്ക് ബ്ലീഡിങ് ആയിട്ട് പോയത്. ഈ 3 എണ്ണം അബോർഷനായതിന് ശേഷമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും കിട്ടാത്തതിൻ്റെ പ്രോബ്ലമാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അതിന് ഡോക്ടർ പറഞ്ഞു നമ്മൾ പ്രഗ്നൻ്റ് ആയതിന് ശേഷം നമുക്കതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന്. അങ്ങനെ അമ്മ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം എൻ്റെ വയറുമ്മ വെച്ച് തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് 2021 ഏപ്രിൽ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ 2 കുഞ്ഞുങ്ങളാണെന്നുള്ളത് അറിഞ്ഞിരുന്നു. 2 കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ കോംപ്ലിക്കേഷനുകൾ എനിക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു, യൂട്രസ് ഇറങ്ങി വന്നു. ആ സമയത്തൊക്കെ എൻ്റെ അമ്മ ഇതുപോലെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ 2021 ഏപ്രിലിൽ കൺസീവായി. കോംപ്ലിക്കേഷൻസ് എല്ലാം കുഴപ്പമില്ലാണ്ടൊക്കെ നീങ്ങി മാതാവിൻ്റെ അനുഗ്രഹത്താൽ. അതുപോലെ 2021 ഡിസംബർ മാസം 24-ാം തീയതി ക്രിസ്തുമസ് സമ്മാനമായി ഞങ്ങൾക്ക് 2 ആൺകുഞ്ഞുങ്ങളെ ഒരു കുഴപ്പം കൂടാതെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. കൃപാസന മാതാവിനും ഈ ഉണ്ണീശോയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇതിലൂടെ ഞങ്ങൾക്ക് കൃപാസന മാതാവിനെ ഇവിടെ വന്ന് തന്നെ ഉണ്ണികളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃപാസന മാതാവിന് നന്ദി പറഞ്ഞ് അതുപോലെ ഞങ്ങൾ എന്നും കുടുംബ പ്രാർത്ഥനയിൽ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി പറയാറുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള ജീവിതത്തിലും മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നമുക്ക് നമ്മുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ തമ്പുരാൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അവിടെ പിന്നീട് ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ നിന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമാവുകയാണ്. 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, അതിനിടയ്ക്ക് മിസ്കാരിയേജൊക്കെ ആകുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് നോർമലായിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ട്രീറ്റ്മെൻറ്റിനുമൊക്കെ പോയിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതിനുശേഷവും പ്രഗ്നൻ്റ് ആയതിനു ശേഷവും കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിന് മുമ്പുണ്ടായതുപോലെയുള്ള യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും തനിക്ക് തോന്നാതെ, എനിക്ക് അനുഭവപ്പെടാതെ പിന്നീട് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവം നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു, അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. 65-ാം സങ്കീർത്തനം 9-ാം തിരുവചനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ള ഓരോ സാഹചര്യങ്ങളും വരണ്ട അവസ്ഥകളെ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുക, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് എങ്ങനെ സഹായകരമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക. കൃപാസന പത്രം അത് വായിച്ച് ഈശോയെ മറ്റുള്ളവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ളതാണ്. അതൊരിക്കലും വെച്ച് പ്രാർത്ഥിക്കുവാനോ വെച്ച് കിടക്കുവാനോ ഇതിനൊന്നുമുള്ളതല്ല. അപ്പോൾ അതൊക്കെ നാം അത് കൂടുതലും വായിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് അറിയിക്കുവാനാണ് നാം അതിന് ശ്രദ്ധിക്കേണ്ടത്. കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്റ്റാറ്റസ് പ്രൊമോഷൻ, തന്നെ ശൂന്യനാക്കി എളിമപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഈശോയോടാണ് നമ്മൾ താതാത്മ്യപ്പെടുക. ആ ഒരു കാര്യം നമുക്ക് മറന്നു പോകാതിരിക്കാം.
കൃപകൾ നേടി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.